ഇന്ന് ചേരപത്മത്തിലെ അതിഥി ദുർഗാദേവിയാണ്. ഞാൻ ദുർഗേടത്തി എന്നാണ് വിളിക്കുക. ദുർഗേടത്തി പെരുവനം ഗ്രാമത്തിലെ വടക്കേടത്ത് പെരുമ്പടപ്പ് മനയിലെ അംഗമാണ്. എനിക്ക് വളരെയധികം സ്നേഹമുള്ള, ഞാൻ ആരാധിക്കുന്ന ഒരു വലിയ കഥാപാത്രമാണ് ദുർഗേടത്തി. പത്മ ഹെറിറ്റേജിന് വേണ്ടി പെരുവനം ഗ്രാമത്തിൽ നിരവധി ഇറക്കിപ്പൂജകൾ ചിത്രീകരണം നടക്കുമ്പോൾ അതിലൊരുപാട് ചിത്രീകരണം ഞാൻ ദുർഗേടത്തിയുടെ ഇല്ലത്താണ് നടത്തിയിട്ടുള്ളത്. അന്ന് എനിക്ക് തന്നിട്ടുള്ള സ്നേഹം, അതുപോലെ ആ കരുതൽ, ആ വാത്സല്യമൊക്കെ ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കയ്യിൽ അപ്പമുണ്ടോ അടയുണ്ടോ, നേദിച്ച അപ്പോൾ അടയാണ് ഞാൻ നോക്കുന്നത് തന്നെ. കാരണം ഈ കൈ കൊണ്ട് എനിക്ക് അത്രയ്ക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ. ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സെറ്റും കൊണ്ട് ദുർഗേടത്തി എനിക്ക് സമ്മാനിച്ചതാണ്. കഴിഞ്ഞ വർഷം ഓണത്തിൻ്റെ ചിത്രീകരണം പെരുമ്പടപ്പ് മനയിൽ നടക്കുമ്പോൾ ദുർഗേടത്തി എനിക്ക് തന്നതാണിത്, ഈ ഓണപ്പുടയായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞാൻ ആദ്യമായിട്ട് ഉടുക്കുന്നത് ഇന്നാണ്. അതിന് ശേഷമാണ്, ഓണക്കാലത്തിന് ശേഷമാണ് ചേലപത്മം വരുന്നത്. അപ്പോൾ തന്നെ ഞാൻ കരുതിയിട്ടുണ്ട് ഇത് ഇങ്ങനൊരാവശ്യത്തിനായിരിക്കും ഉടുക്കാമെന്ന്. ദുർഗേടത്തി വലിയ ഒരു പോസ്റ്റിൽ ജോലി ചെയ്തിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ദുർഗേടത്തി ജോലി ചെയ്തിരുന്ന സ്ഥാപനം? ഞാൻ കേരള കാർഷിക സർവകലാശാലയിൽ ഹോർട്ടിക്കൾച്ചർ കോളേജിൽ സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ കെമിസ്ട്രി വിഭാഗത്തിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അത് അങ്ങനെയാണ് റിട്ടയർ ചെയ്തത്. വലിയ സ്ഥാനത്തിരുന്ന് കുറേ കാലം കുറേ ആളുകളെ കണ്ട് പലതരത്തിലുള്ള ആളുകളെ പരിചയപ്പെട്ട് ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു വലിയ വ്യക്തിത്വത്തിന് ഉടമയാണ് ദുർഗേടത്തി. അപ്പം ഏത് സാരിയെ പരിചയപ്പെടുത്തുന്നത്? ഇന്ന് എൻ്റെ വിവാഹ സാരിയാണ്. അതൊരു മഞ്ഞ സാരിയിൽ ഒരു ചുമന്ന ബോർഡറായിട്ടുള്ള കാഞ്ചീപുരം പട്ട് സാരിയാണത്. അപ്പോൾ വേളി കഴിഞ്ഞിട്ട് എത്ര വർഷമായി? വേളി കഴിഞ്ഞിട്ട് 37 വർഷമായി. 1987 ഏപ്രിലാണ് വിവാഹം ഉണ്ടായത്. അപ്പോൾ 37 വർഷം പഴക്കമുള്ള സാരിയാണ്. ഇപ്പോൾ കല്യാണത്തിൻ്റെ സാരിക്ക് ആരാ അന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്? എന്നെ വിവാഹം കഴിച്ചിരിക്കുന്നത് വടക്കേടത്ത് പെരുമ്പടപ്പ് മനയിലെ റിട്ടയർഡ് പ്രൊഫസർ VN പുരുഷോത്തമനാണ്. അദ്ദേഹം ശ്രീ കേരളവർമ്മ കോളേജിൽ ആണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ കാലത്ത് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉറ്റ സുഹൃത്തായിരുന്നു ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ നന്ദകുമാർ. അതുപോലെ തന്നെ ഡോക്ടർ നന്ദകുമാറിൻ്റെ മിസ്സസ് ശാലിനി ടീച്ചർ. ഇവർ രണ്ടുപേരുമായിരുന്നു ഉറ്റ സുഹൃത്തുക്കൾ. അപ്പോൾ അവരെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് സാരി എടുക്കാനായിട്ട്. എന്ന് വെച്ചാൽ വരൻ്റെ ഗ്രഹത്തിലെ പെങ്ങന്മാരൊന്നുമില്ല അന്ന് സാരി എടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ അവരാണ് ഏൽപ്പിച്ചത്. സുഹൃത്തുക്കളാണ് സാരി എടുത്തത്. സാരിക്ക് എത്ര രൂപ വില? അന്ന് ലക്ഷ്മി സിൽക്സ് എന്നാണ് ഈ സാരി എടുത്തത്. അതിന് അന്ന് പറഞ്ഞിരിക്കുന്നത് 500 രൂപയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 37 വർഷം മുമ്പ് 500 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു റീസണബിൾ, അന്നത്തെ കാലത്ത് ഒരു ആവറേജ്. നല്ല ഭംഗിയുള്ള സാരി. സാരി നിറയെ എടുത്തിട്ടുണ്ടോ ആ കാലഘട്ടത്തിലൊക്കെ? മന്ത്രകോടി നമ്മൾ സൂക്ഷിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വിലയുള്ള കാര്യമാണെന്നാണ് പറയുക. നമുക്കും അങ്ങനെയാണ് തോന്നുന്നത്. എന്താ വെച്ചാൽ ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. വിവാഹവും വിവാഹ സാരി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു അടുപ്പം നമുക്ക് എപ്പോഴും തോന്നും. അറ്റാച്ച്മെന്റ് കൂടുതലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിച്ച പെട്ടിയിൽ സൂക്ഷിച്ച് വെക്കുന്ന സാരിയാണ് വിവാഹ സാരി എന്ന് പറയുന്നത്. അപ്പോൾ അതങ്ങനെ എടുത്തു വെച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ, പിന്നെ നമ്മളൊരു 5-6 വർഷമൊക്കെ കഴിയുമ്പോൾ അതൊന്ന് ചുറ്റാൻ നമുക്കൊരു മോഹമൊക്കെ ചിലപ്പോൾ തോന്നും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും വിവാഹത്തിനൊക്കെ ഈ സാരി ചുറ്റിപ്പോയിട്ടുണ്ട്. 1-2 വിവാഹങ്ങൾക്ക് ഈ സാരി ചുറ്റിപ്പോയിട്ടുണ്ട്. അത്രയേ നമ്മളിത് ചെയ്തിട്ടുള്ളൂ. പിന്നെ അധികം ഒന്നും നമ്മളെപ്പോഴും ഒന്നും ഇതിങ്ങനെ ഉടുക്കാറില്ല. നമുക്ക് എന്താ വെച്ചാൽ സൂക്ഷിച്ച് വെക്കണം എന്നുള്ള ഒരു മനസ്സുള്ളത് കൊണ്ടാണ്. അതൊട്ടും ചീത്തയായി പോകരുത്. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മളത് ഡ്രൈ ക്ലീൻ ചെയ്ത് സൂക്ഷിച്ച് പെട്ടിയിൽ വെച്ചിരിക്കുന്ന സാരിയാണ് ഇത്. ദുർഗേടത്തിയുടെ സാരി നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി വലിയ സാരിയുടെ കഥയുള്ള 2 ഇല്ലത്തെ അച്ഛനും അമ്മയാണ് ഇരിക്കുന്നത്. അവർക്ക് പറയാനായിട്ട് സാരിയുടെ തന്നെ മറ്റൊരു വലിയ കഥയുണ്ട്. അച്ഛൻ പെരുവനം ഗ്രാമത്തിലെ കീഴിലത്ത് മനയിലെ അംഗവും അമ്മ കവളപ്പാറ ചിറ്റടിയത്ത് മനയിലെ അംഗമാണ്. ഈ 2 ഇല്ലങ്ങളിലും നൂലുക്കൽ ഉണ്ടായിട്ടുണ്ട്. ചർക്കയിൽ നൂലുക്കൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അമ്മയുടെ ഇല്ലത്ത് എങ്ങനെയാ ഈ നൂലുക്കലും ചർക്കയുടെ സംഗതികളൊക്കെ? അന്നൊക്കെ ഉണ്ടായിരുന്നു. അമ്മ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയൊക്കെ ചർക്കയിൽ നൂൽക്കൊക്കെ ചെയ്തിട്ടുണ്ടോ? പിന്നെ സാരിയൊക്കെ എടുത്തിട്ടുണ്ട്. ഡബിള് സാരിയൊക്കെ ഈ നൂല് കൊടുത്ത് കാശ് കൊടുത്തിട്ട് വാങ്ങിയിട്ടുണ്ട്. അത് ശരി. അപ്പൊ നമ്മൾ നൂൽക്കാനുള്ള പഞ്ഞി കൊണ്ടുവരികയാണോ ചെയ്യുക? പഞ്ഞി മേടിക്കും, പഞ്ഞി വാങ്ങും. അതിന് ശേഷം അത് നമ്മൾ ചർക്കയിൽ
നൂല് നൂൽക്കും. അത് പഞ്ഞി കൊണ്ടുവന്ന് അത് എന്താ പറയാ അതിങ്ങനെ ഇതാക്കി കൊണ്ടുവരണം. എന്നിട്ട് വേണം വൃത്തിയാക്കണം. അത് ശരി. അപ്പൊ ഈ നൂല് നൂൽക്കലൊക്കെ ഉണ്ടായിട്ടുള്ളത് വേളിക്ക് മുൻപായിരിക്കില്ലേ? അല്ലേ, കുറെ കാലം മുൻപല്ലേ? അപ്പൊ അന്ന് ഒരുപാട് ഇല്ലങ്ങളിൽ ഇതുപോലെ ഉണ്ടായിരുന്നോ നൂല് നൂൽക്കലും മറ്റു കാര്യങ്ങളൊക്കെ? അവിടെ അടുത്തുള്ള ഇല്ലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ശരി. ഇവിടെയും പെരുവനം ഗ്രാമം ഷൊർണൂരൊക്കെ വളരെ അകലുള്ള സ്ഥലങ്ങളാണ്. എന്നിരുന്നാൽ പോലും ഒരുവിധം നമ്പൂതിരി ഇല്ലങ്ങളിലൊക്കെ ഇത്തരം നൂൽപ്പ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മഹാത്മാഗാന്ധിയുടെ മൂവ്മെന്റിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്. എന്താ വെച്ചാൽ ഗാന്ധിജിയുടെ മൂവ്മെന്റിന് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു, പ്രാധാന്യം ഉണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിൽ. അദ്ദേഹത്തിനോടുള്ളൊരു ബഹുമാനവും ആ ഒരു മൂവ്മെൻറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ അന്ന് ഗാന്ധിജിക്ക് അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, നമ്മൾ വിദേശത്തു നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങളൊന്നും നമ്മൾ സ്വീകരിക്കരുത്, നമുക്ക് ആവശ്യമുള്ള എല്ലാം നമ്മൾ തന്നെ ഇവിടെ ഗ്രാമങ്ങളിൽ ഉണ്ടാക്കണം. അപ്പോൾ ഗ്രാമസ്വരാജ് എന്നുള്ള കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഗാന്ധിജി ആയിട്ടാണല്ലോ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ അതിനോട് എല്ലാവർക്കും അന്നത്തെ യൂത്തിന്, അതായത് യുവതലമുറയ്ക്ക് അതിനോടൊക്കെ ഒരു ഭയങ്കര ബഹുമാനം ഉണ്ടായിരുന്നു. അത് നടപ്പിലാക്കണമെന്ന് അവർക്ക് മോഹം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സമൂഹത്തിൽ മുഴുവൻ ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അച്ഛന് നല്ല ഓർമ്മയുണ്ട്. അന്നൊക്കെ അച്ഛൻ പറഞ്ഞു 12 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ്റെ ഏട്ടനാണ് ഇതെല്ലാം അങ്ങനെ ചർക്കയും നൂൽപ്പൊക്കെ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയത്. അപ്പോൾ അച്ഛനും കുറച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ പെങ്ങന്മാർക്ക് അത് ചെയ്യാനായിട്ട് അച്ഛനെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ട് അച്ഛനും അച്ഛൻ്റെ ഏട്ടനും ആയിരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. സാധാരണഗതിയിൽ നമ്മൾ ഒന്നിലേറെ സാരികളൊക്കെ പരിചയപ്പെടാറുണ്ട്. ഇന്ന് നമ്മൾ ഒരു സാരിയാണ് പരിചയപ്പെട്ടത്. ഇവിടെ പഴയതായിട്ടൊരു സാരിയേ ഉള്ളൂ. എന്നിരുന്നാലും ഒരു സാരിയുടെ കഥയും അതിലേറെ നമ്മുടെ ദേശത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു നീണ്ട കഥയും ചരിത്രവും ഉൾക്കൊള്ളുന്ന അമ്മയുടെ ഇല്ലത്തെക്കുറിച്ചും അച്ഛൻ്റെ ഇല്ലത്തെക്കുറിച്ചൊക്കെ നമുക്കിന്ന് പരിചയപ്പെടാൻ സാധിച്ചു. അതിൽ വലിയ സന്തോഷമുണ്ട്. വലിയ സന്തോഷം എൻ്റെ ടീച്ചറോടും പറയട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ആണെങ്കിലും അച്ഛൻ്റെ ആണെങ്കിലും ഓർമ്മകളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഈ സാരിയെക്കുറിച്ച്, അതുപോലെ തന്നെ നൂൽപ്പിനെക്കുറിച്ച്, മഹാത്മാഗാന്ധിയുടെ മൂവ്മെൻറ്റിനെ കുറിച്ച് ഈ ഓർമ്മകളെല്ലാം ഉദ്ദീപിപ്പിക്കാനായിട്ട് എൻ്റെ ടീച്ചർക്ക് സാധിച്ചു. വളരെയധികം സന്തോഷം.